എല്ലാവർക്കും ഞങ്ങളുടെ ഈ യാത്രയിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. തൃശ്ശേരി ശ്രീ രംഗനാഥ സ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് നമ്മൾ തിരിച്ചത്. ഇനി ഞങ്ങൾക്ക് നേരെ പോകാനുള്ളത് വേളാങ്കണ്ണി ചർച്ചിലേക്കാണ്. ഇവിടുന്ന് ഏകദേശം 3 മണിക്കൂറോളം യാത്രയുണ്ട് വേളാങ്കണ്ണിയിലേക്ക്. ഏകദേശം 152 കിലോമീറ്ററോളം ഉണ്ട് വേളാങ്കണ്ണിയിലേക്ക്. നമ്മൾ തഞ്ചാവൂർ വഴിയാണ് പോകുന്നത്. വേളാങ്കണ്ണിയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് തീരദേശ പ്രദേശങ്ങളിലൂടെയുള്ള ശാന്തമായ ഒരു അനുഭവമാണ്. ഞങ്ങൾ ഈ പോകുന്ന ടൈമിൽ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകുന്ന വഴിയിലുള്ള കാർഷിക മേഖലകളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. കിഴക്കിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്ന ഈ ദേവാലയത്തിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദിനംപ്രതി ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് എത്തുന്നത്. ഗോതിക് മാതൃകയിലാണ് ഈ ദേവാലയത്തിൻ്റെ നിർമ്മിതി. ഗോതിക് ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേകതരം വാസ്തുവിദ്യ ശൈലിയാണ്. യൂറോപ്പിലെ മധ്യകാലഘട്ടത്തിൽ രൂപപ്പെട്ട ശൈലിയാണിത്. ഇതിൻ്റെ പ്രധാന പ്രത്യേകതകൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഉയരമുള്ള ഗോപുരങ്ങളുണ്ടാവും, കൂർത്ത ആർച്ചുകളും ഭിത്തികളൊക്കെ ആയിരിക്കും ഇതിനുണ്ടാവുക. നമ്മുടെ നാട്ടിൽ കൂടുതലായും കത്തോലിക്ക സഭയുടെ കീഴിൽ വരുന്ന ചർച്ചുകളിലൊക്കെ ഈ ഒരു ഷേപ്പ് നമുക്ക് കാണാൻ സാധിക്കും. പള്ളിക്കുള്ളിലേക്ക് കയറിയാൽ പരിശുദ്ധ മാതാവിൻ്റെ മനോഹരമായ പ്രതിമയും മെഴുകുതിരികളുടെ പ്രകാശവും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷവും കാണാൻ സാധിക്കും. വേളാങ്കണ്ണിയിലെ ആദ്യത്തെ ചെറിയ കപ്പേള 16-ാം നൂറ്റാണ്ടിൽ, കൃത്യമായി പറഞ്ഞാൽ 1570 പോർച്ചുഗീസ് നാവികരാൽ നിർമ്മിക്കപ്പെട്ടത്. പിന്നീട് കാലക്രമേണയാണ് ഇത് ഇന്നത്തെ വലിയ ബസിലിക്കയായി വളർന്നത്. വേളാങ്കണ്ണി ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിലെ ബംഗാൾ ഉൾക്കടലിന് തീരത്താണ്. വേളാങ്കണ്ണിയിലേക്ക് കേരളത്തിൽ നിന്ന് യാത്ര ചെയ്യാൻ പല മാർഗങ്ങളുണ്ട്. ട്രെയിൻ മാർഗമാണെങ്കിൽ കേരളത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാഗപട്ടണം അല്ലെങ്കിൽ തിരുച്ചിറപ്പള്ളി വരെയുള്ള ട്രെയിനുകൾ തിരഞ്ഞെടുക്കാം. അവിടെ നിന്ന് ബസ്സിലോ ടാക്സിയിലോ നമുക്ക് വേളാങ്കണ്ണിയിലേക്ക് എത്താം. യാത്രയുടെ അവസാനം ഈ ദിവ്യമായ സ്ഥലത്തിൻ്റെ ഓർമ്മകളുമായി തിരിച്ചു പോരുമ്പോൾ മനസ്സ് കൂടുതൽ ശാന്തമായിരിക്കും. ഞങ്ങളുടെ ഈ യാത്ര അടുത്തായി പോകുന്നത് നേരെ പോണ്ടിച്ചേരിയിലേക്കാണ്. മഴയ്ക്കൊട്ടും കുറവുണ്ടായിരുന്നില്ല. ഞങ്ങൾ കാരക്കൽ വഴിയാണ് പോകുന്നത്. ഈ വഴി റോഡ് മാർഗം പോകുന്നവർ ശ്രദ്ധിക്കണം. റോഡിൻ്റെ പണി മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടില്ല. പല സ്ഥലത്തും വർക്ക് നടക്കുന്നുണ്ട്. പക്ഷേ കാരക്കൽ കഴിഞ്ഞ് കുറേ ദൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല റോഡ് കിട്ടും. പോണ്ടിച്ചേരി വഴി പിന്നെ നല്ല റോഡാണ്. പോകുന്ന വഴിയിൽ തമിഴ്നാടിൻ്റെ രീതിയിലുള്ള ഒരു ക്ഷേത്രം കണ്ടപ്പോൾ ഞങ്ങളൊന്ന് നിർത്തി 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ടോളൊക്കെ ഉള്ള റോഡാണ്. അത്യാവശ്യം നല്ല വീതിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നേരെ ഞങ്ങൾ റിസോർട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ട്. എന്തായാലും ഇനി അടുത്ത ദിവസത്തെ കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡിനകത്ത് കാണാം. ഓക്കെ, ബൈ.